السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഇന്ന് ജീവിച്ചിരിക്കുന്ന കിബാറുകളിൽ തന്നെ പ്രധാനിയായിട്ടുള്ള ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം റമദാനിനോടനുബന്ധിച്ച് നൽകിയിട്ടുള്ള നസീഹത്ത്, ആ സന്ദർഭത്തിൽ നടത്തിയിട്ടുള്ള ഖുത്ബയുടെ വിവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ ഖുത്ബ അദ്ദേഹം ഹംദും സലാത്തും കൊണ്ട് ഇത് ആരംഭിക്കുന്നു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് ഇത് ആരംഭിച്ചു. അമ്മാ ബഅദ്, അതിനുശേഷമുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അയ്യുഹന്നാസ് തഖുല്ലാഹ തആല, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വഅലമു, നിങ്ങൾ അറിയണം, അന്നഹു ഖദ് ഹല്ല ബിക്കും ഷഹറുൻ അളീമുൻ വമൗസിമുൻ കരീമുൻ, അസുലഭമായൊരു സന്ദർഭം, വിശിഷ്ടമായൊരു മാസം ഇതാ നിങ്ങൾക്ക് സമാഗതമായിരിക്കുന്നു. ഇന്നഹു ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നുള്ള ആയത്ത് അദ്ദേഹം എടുത്തുദ്ധരിച്ചു. ആയത്തിന്റെ അർത്ഥം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു ഈ റമദാൻ മാസം. ഖുർആനിൽ പേര് പറയപ്പെട്ട ഒരേ ഒരു മാസം അത് റമദാൻ മാസമാണ് എന്നുള്ളത് നമുക്കറിയാം. ഈ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ആ ഖുർആൻ എന്നുള്ളത് ഹുദയാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ഈ ആയത്ത് അദ്ദേഹം എടുത്തുദ്ധരിച്ചു. ഇന്നഹു ഷഹ്റു റഹ്മ, ഈ മാസം എന്നുള്ളത് റഹ്മത്തിന്റെ മാസമാണ്. വശഹറുൽ മഗ്ഫിറ, മഗ്ഫിറത്തിന്റെ പാപമോചനത്തിന്റെ മാസമാണ്. വശഹറുൽ ഇത്ഖി മിനൻ നിറാൻ, നരകമോചനത്തിന്റെ മാസമാണ്. അപ്പൊ ഈ മാസത്തിന്റെ ചില പ്രത്യേകതകൾ അദ്ദേഹം വിശദീകരിക്കുകയാണ്. മഗ്ഫിറത്തിന്റെ മാസമാണ്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകണം. റഹ്മത്തിന്റെ മാസമാണ്, നരകമോചനത്തിന്റെ മാസമാണ്. അതുകൊണ്ട് ഫഖ്തനിമുഹു ഖബ്ല ഫവാതിഹി, ഇത് നഷ്ടപ്പെടുന്നതിന്റെ മുമ്പ് ഈ മാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഇത് വളരെ പെട്ടെന്ന് ഇത് തീർന്നു പോകും. അപ്പൊ അത് തീർന്നു പോകുന്നതിന്റെ മുമ്പ് ഈ മാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഫൈന സഈദ മൻ ഇഖ്തനമ ഔഖാതഹു, സഈദ് ആരാണ്? ഈ റമദാനിന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തിയവനാണ് സഈദ്, സൗഭാഗ്യവാൻ. വതാബ മിൻ സയ്യിആതിഹി, തെറ്റുകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങിയവനാണ്. വഅക്സറ മിൻ ഹസനാതിഹി, തന്റെ നന്മകൾ വർദ്ധിപ്പിച്ചവനാണ്. അപ്പൊ ആരാണ് സഈദ്? 3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. സഈദ് എന്ന് പറഞ്ഞാൽ ഈ റമദാനിന്റെ സമയത്തെ ഉപയോഗപ്പെടുത്തുന്നവൻ, തിന്മകളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുന്നവൻ, ഈ മാസത്തിൽ നന്മകൾ വർദ്ധിപ്പിക്കുന്നവൻ, അവനാണ് യഥാർത്ഥത്തിലുള്ള സഈദ്. വശഖയ്യു മൻ ഹുരിമൽ ഖൈർ, ശഖയ്യ് സഈദിന്റെ ളിദ്ദാണ് ശഖയ്യ്, ദൗർഭാഗ്യവാൻ, ഈ മാസത്തിന്റെ നന്മകൾ നഷ്ടപ്പെട്ടവനാണ്. അപ്പൊ ആരാണ് ശഖയ്യ്? ഈ റമദാനിന്റെ ഖൈറുകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. മൻ ഹറമഹുല്ലാഹു ഹാദിഹിൽ മവാസിമ അൽ അലീമ ഫഇന്നഹു ഹുവൽ മഹ്റൂം, ആർക്കാണോ അള്ളാഹു ഈ മാസത്തിന്റെ ഖൈറുകളെ തടഞ്ഞത്, അതിന്റെ തൗഫീഖിനെ അള്ളാഹു ആർക്ക് തടഞ്ഞോ അവനാണ് യഥാർത്ഥത്തിൽ എല്ലാ നന്മകളും തടയപ്പെട്ടവൻ. ലൈസൽ മഹ്റൂം മൻ ഫാതതഹു ദുനിയ, അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹ്റൂം ദുനിയാവ് നഷ്ടപ്പെട്ടവനല്ല മഹ്റൂം, ദുനിയാവ് നഷ്ടപ്പെട്ടവനല്ല മഹ്റൂം. വലാകിന്നൽ മഹ്റൂം ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിലുള്ള മഹ്റൂം മൻ ഫാതതഹുൽ ആഖിറ, പരലോകം നഷ്ടപ്പെട്ടവനാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദുനിയാവ് നഷ്ടപ്പെട്ടവനല്ല യഥാർത്ഥത്തിൽ ആര്? മഹ്റൂം. ആഖിറം നഷ്ടപ്പെടുത്തവനാണ്. ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലയുടെ ഓരോ വാചകങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ വാചകങ്ങളും നമ്മൾ ഹിഫ്ളാക്കേണ്ട, മനഃപ്പാടമാക്കേണ്ട ലഫ്ളുകളാണ് അദ്ദേഹം പ്രയോഗിച്ചിട്ടുള്ളത്. അവ യഥാർത്ഥത്തിലുള്ള മഹ്റൂമി എന്നുള്ളത് ആഖിറത്തിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞവനാണ്. അതുകൊണ്ട് ഫഖ്തനിമു റഹ്മക്കുമുല്ലാഹ് ഹാദ ഷഹർ, അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ, ഈ മാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വഅരിഫു ഖദ്റഹ്,
വഖദ്ദിറൂ ലഹു ഖീമ, ഈ മാസത്തിന്റെ വില നിങ്ങൾ ഈ മാസത്തിൻ്റെതായ വില നിങ്ങൾ കൊടുക്കണം, ഈ മാസത്തിൻ്റെതായ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. വഹ്തരിമൂഹു, ഈ മാസത്തെ നിങ്ങൾ ആദരിക്കണം. വശ്അലു ഔഖാതഹു ബിത്ത്വാഅതി വൽ ഖുർബാതി ഫൈനൽ ഫുറസ ലാ തദൂം, ഈ റമദാനിന്റെ സമയങ്ങളെ നിങ്ങൾ ത്വാഅത്തുകൾ കൊണ്ടും ഖുർബാത്തുകൾ കൊണ്ടും ഉപയോഗപ്പെടുത്തണം. കാരണം ഫൈനൽ ഫുറസ ലാ തദൂം, അവസരങ്ങൾ എന്നുള്ളത് എന്താണ്? എല്ലാ സന്ദർഭത്തിലും നമുക്ക് കിട്ടൂല. അവസരങ്ങൾ എന്നുള്ളത് അതൊരിക്കലും നിലനിൽക്കുകയില്ല. കിട്ടുന്ന അവസരത്തിൽ ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രയോഗം ശ്രദ്ധിച്ചല്ലോ, ഫൈനൽ ഫുറസ ലാ തദൂം, എല്ലാ സന്ദർഭത്തിലും കിട്ടുന്ന ഒന്നല്ല അവസരങ്ങൾ എന്നുള്ളത്. വലാ യബ്ഖാ ഇല്ലൽ ഹയ്യുൽ ഖയ്യൂം, അപ്പൊ ഇത്തരത്തിലുള്ള ചാൻസുകൾ അപൂർവമായിരിക്കും. അത് കിട്ടുന്ന സന്ദർഭത്തിൽ അത് ഉപയോഗപ്പെടുത്തണം. അദ്ദേഹം പറയുന്നത് ഹയ്യുൽ ഖയ്യൂമായ റബ്ബല്ലാതെ മറ്റാരും ബാക്കിയുണ്ടാകില്ല. ഫഅൻതും ലസ്തും തബ്ഖൗൻ വലശ്ശഹ്റു വൽ അയ്യാമു തബ്ഖാ, മാസങ്ങൾ ഒരിക്കലും ബാക്കിയാവൂല, ദിവസങ്ങൾ ഒരിക്കലും ബാക്കിയാവൂല. ബാക്കിയാകുന്നത് ആരാണ്? അള്ളാഹു മാത്രമായിരിക്കും. അതുകൊണ്ട് ഈ അവസരങ്ങളും നഷ്ടപ്പെടും. എന്നിട്ട് അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തെടുത്ത് ഉദ്ധരിച്ചു, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഈ ആയത്ത് അദ്ദേഹം എടുത്തു ഉദ്ധരിച്ചു. എല്ലാവരും നശിച്ചു പോകും, മഹത്വവും ഉദാരതയും ഉള്ള റബ്ബിന്റെ മുഖമല്ലാത്ത ബാക്കിയെല്ലാം നശിച്ചു പോകുമെന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അദ്ദേഹം എടുത്തു ഉദ്ധരിച്ചു. ഈ ആയത്ത് അദ്ദേഹം തെളിവായി കൊണ്ടുവന്നു. എല്ലാം നശിച്ചു പോകും. അപ്പൊ ഇതൊരു അവസരമാണ്. റമദാൻ എന്നുള്ളതൊരു അവസരമാണ്. ആ അവസരത്തെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഇബാദല്ലാഹ് ഇന്നന്നാസ യഖ്തലിഫൂന ഫീ ഹാദാ അശ്ശഹ്റി ഇഖ്തിലാഫൻ കസീറ. അപ്പൊ റമദാൻ മാസം എന്നുള്ളത് വിശുദ്ധമാണ്, അതൊരുപാട് പുണ്യങ്ങളുള്ള മാസമാണ്. എന്നാൽ ജനങ്ങളെല്ലാവരും ഒരേപോലെയല്ല. റമദാനിൽ എല്ലാവരും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ശരി, ജനങ്ങൾ ഇതിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. ഫമിൻഹും മൻ ലാ യഅരിഫു ഹാദാ അശ്ശഹ്ർ ഇല്ലാ അന്നഹു ശഹ്റുൻ ലിത്തൻവീഇൽ മആഖിലി വൽ മശാരിബി വൽ മതാഇമി. 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വിഭാഗം ആളുകൾ ആരാണ്? അവര് റമദാൻ അവർക്ക് ലഭിച്ചിട്ടുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്നുള്ളത് ലിത്തൻവീഇൽ മആഖിലി വൽ മശാരിബി വൽ മതാഇമി, വ്യത്യസ്തമായ ഫുഡുകൾ, വ്യത്യസ്തമായ രുചികരമായിട്ടുള്ള ഹോട്ടലുകൾ, അതേപോലെ തന്നെ തിന്നാനുള്ളത്, കുടിക്കാനുള്ളത്. ഫയംലഉ ബത്നഹു മിനത്ത് തുആമി വശറാബി, അങ്ങനെ വിവിധ തരത്തിലുള്ള ഫുഡുകൾ ആസ്വദിക്കാനുള്ള ഒരു മാസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ എന്നുള്ളത്. അവർ തിന്നാണ്, അവർ കുടിക്കുന്നു വൈവിധ്യങ്ങളായിട്ടുള്ള ഫുഡുകൾ. വയക്സലു അൻ ത്വാഅത്തില്ലാഹി സുബ്ഹാനഹു വതആല, എന്നിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അവർ മടി കാണിക്കും. പള്ള നിറച്ച് തിന്നും, വൈവിധ്യങ്ങളായ ഫുഡുകൾ അവർ ടേസ്റ്റ് നോക്കും. എന്നിട്ട് അള്ളാഹുവിന് ത്വാഅത്ത് ചെയ്യുന്ന വിഷയത്തിൽ അവർ മടി കാണിക്കും. വറുബ്ബമാ ലയ്യ അൽ ഫറാഇല, ചിലപ്പോൾ ഫർളിന്റെ കാര്യത്തിൽ പോലും അവർ വീഴ്ച വരുത്തും. ഫകൈഫ ബിൻ നവാഫിലി, ഇവരുടെ സുന്നത്തിന്റെ കാര്യം പിന്നീട് പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെ തിന്നുക, കുടിക്കുക, ഇത് മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത്. എന്നുള്ള നിർബന്ധ കാര്യങ്ങളിൽ പോലും അവർ വീഴ്ച വരുത്തും. പിന്നീട് അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. എനിക്ക് തോന്നുന്നത് ഇന്ന് റമദാൻ എന്നുള്ളത് ഒരു ഫാഷനായി മാറിയിട്ടാണ്. വിവിധ തരത്തിലുള്ള ഫുഡുകൾ ആസ്വദിക്കാനുള്ള ഒരു രംഗമായിട്ട് ഇന്നത്തെ റമദാൻ മാറിയിട്ടുണ്ട്. എന്നിട്ട് പള്ള നിറച്ച് തിന്നിട്ട് ജമാഅത്ത് നിർബന്ധ നമസ്കാരങ്ങൾക്ക് പോലും പള്ളിയിലെത്താതെ കിടന്നുറങ്ങാണ്. ഇതാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നുള്ളത് തീറ്റയാണ്, കുടിയാണ്. വമിനന്നാസി, രണ്ടാമത്തെ വിഭാഗം ആളുകൾ മൻ ലാ യഅരിഫു ഹാദാ അശ്ശഹ്ർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്നുള്ളത് ഇല്ലാ അന്നഹു ശഹ്റു സഹർ ബില്ലൈലി അലൽ ലഹ്വി വൽ ഗഫലതി വൽ ഇഗ്റാദി വൽ ഖീലി വൽ ഖാൽ, അവരെ സംബന്ധിച്ചിടത്തോളം രാത്രി എന്നുള്ളത് വിനോദമാണ്. അതേപോലെ തന്നെ എന്റർടൈൻമെന്റുകളാണ്. അവർ അശ്രദ്ധയിലാണ്, കീലകളിലും കാലകളിലുമാണ്, സംസാരങ്ങളിലാണ്, പലതരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള ചർച്ചകളിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. റമദാനിന്റെ രാത്രിയിൽ അവർക്ക് ഇതാണ് പണി. റമദാനിന്റെ രാത്രി ആസ്വദിക്കണം, ഉറക്കം ഒഴിക്കണം. ഇങ്ങനെയുള്ള രണ്ടാമത്തെ വിഭാഗം ആളുകൾ അവർ ലഹുവിലാണ്, ഗഫലത്തിലാണ്. ലഹുവ്, വിനോദം, തമാശകൾ, നേരം പോക്കുകൾ. വയനാമു ഫിന്നഹാർ, എന്നിട്ടിങ്ങനെ രാത്രി ആസ്വദിക്കും, അടിച്ചു പൊളിക്കും റമദാന്റെ രാത്രി ദിവസങ്ങളിൽ. എന്നിട്ട് പകല് കടന്നുറങ്ങും. വലായുദ്ദി സ്വലവാത്തിൽ മഫ്റൂള, നിർബന്ധ നിസ്കാരങ്ങൾ പോലും അവർ നിർവഹിക്കുകയില്ല. ഫി ഔഖാതിഹ വമഅൽ ജമാഅ, നിർബന്ധ നിസ്കാരങ്ങൾ പോലും അതിൻ്റെതായ സമയത്ത് ജമാഅത്തോട് കൂടിയിട്ട് നിർവഹിക്കാത്ത ഒരു വിഭാഗം ആളുകൾ. ഇവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. ഇപ്പൊ ഒന്നാമത് പറഞ്ഞൊരു വിഭാഗം, അവരെ സംബന്ധിച്ചിടത്തോളം തീറ്റാക്കൂടി, ഇങ്ങനെ മടിയന്മാരായിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് പോലും എത്താത്ത ആളുകൾ. രണ്ടാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം രാത്രി അവർ ഹയാത്താക്കും. എങ്ങനെ? വിനോദങ്ങളിൽ,
രാത്രി അവർ അടിച്ചു പൊളിക്കുകയാണ്. എന്നിട്ട് ജമാഅത്തിന് പോലും എത്താതെ കിടന്നുറങ്ങുന്ന ആളുകൾ, പകല് മുഴുവൻ കിടന്നുറങ്ങുന്ന ആളുകൾ, ഇവരാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാണ്? അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്നുള്ളത് ഇല്ലാഹു ഷഹറുൽ മുസൽസലാത്ത് വതംസീലിയാത്ത് വൽ മുളഹിഖാത്ത് വൽ മുസാബഖാത്ത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം എന്നുള്ളത് സിനിമകളുടെ, സീരിയലുകളുടെ, നാടകങ്ങളുടെ, കോമഡികളുടെ അവരെ സമയം ഈ റമളാനിൽ അവർ വിനിയോഗിക്കുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പന്തയങ്ങൾ, മുസാബഖാത്തുകൾ, കോമഡികൾ കാണുന്നതിന് വേണ്ടി, സീരിയലുകൾ കാണുന്നതിന് വേണ്ടിയിട്ട്. ഇത് ഇന്ന് നടക്കുന്ന ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് വിശദീകരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ മുസാബഖാത്തുൽ ഖിമാർ, ചൂതാട്ടം വരെ, അത്തരത്തിലുള്ള കളികൾ പോലും, ചൂതാട്ടത്തിൽ പോലും ഈ റമളാനിന്റെ ദിവസങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ, അല്ലത്തി യുഇദ്ദുലഹ അഅദാഉല്ലാഹ് വറസൂലിഹി വഅഅദാഉൽ മുസ്ലിമീൻ, ഇതെല്ലാം അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. ഇന്ന അഅദാഅക്കും ഖദ് തനബ്ബഹു ലിഇൽറാബിക്കും, അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. യഅലമൂന അന്ന ഹാദ ശഹറ ഫുർസത്തുക്കും ഇൻദല്ലാഹി, അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ റമളാൻ എന്നുള്ളത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്നുള്ളത് നിങ്ങളുടെ ശത്രുക്കൾ മനസ്സിലാക്കിയിട്ടുണ്ട്. വയുളയ്യിഉനഹു അലൈക്കും, അതുകൊണ്ട് തന്നെ ഈ അവസരത്തെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തണം. ബിമിസ്ലി ഹാദിഹി തുറഹാത്തി വഹാദിഹിൽ ഗഫലാത്തി ഫഹദറു മിൻ ദാലിക, ഇത്തരത്തിലുള്ള തുറഹാത്തുകൾ, വ്യർത്ഥമായ കാര്യങ്ങൾ കൊണ്ട്, നിങ്ങളെ നല്ല കാര്യങ്ങളിൽ നിന്ന് അശ്രദ്ധമാക്കി കളയുന്ന ഇത്തരത്തിലുള്ള വിനോദങ്ങൾ കൊണ്ട് ഈ മാസത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയണം. അതുകൊണ്ട് ഫഹദറു മിൻ ദാലിക, ഇതാണ് നിങ്ങളുടെ ശത്രുക്കൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരായി തീരണം. വജന്നിബു ഔലാദക്കും, നിങ്ങളുടെ മക്കളെ നിങ്ങൾ മാറ്റി നിർത്തണം, ഒഴിവാക്കണം. ഹാദിഹിൽ ബറാമിജ്, ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാകും, പ്രോഗ്രാമുകൾ ഉണ്ടാകും, അതിൽ നിന്നൊക്കെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സംരക്ഷിക്കണം. അസ്സാഖിതത്തി അത്താഫിഹത്തി അൽ മുഅഫിലത്തി അൻ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കളയുന്ന, നിങ്ങളെ അശ്രദ്ധരാക്കി കളയുന്ന, അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ബാത്തിലത്തായിട്ടുള്ള, സാഖിതത്തായിട്ടുള്ള, താഫിഹത്തായിട്ടുള്ള, അപവ്യർത്ഥമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സംരക്ഷിക്കണം. അവരെന്ത് ചെയ്യും? നിങ്ങളുടെ കുട്ടികളെ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് തിരിച്ചു കളയും. അല്ലദീ തുഖ്സിർ ഔഖാതകും, ഇങ്ങനെ നിങ്ങളുടെ സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ. വതുളയ്യു സലവാതകും, നിങ്ങളുടെ നിസ്കാരങ്ങളെ പാഴാക്കി കളയുന്ന ഇത്തരത്തിലുള്ള പരിപാടികൾ. അപ്പോ ഇങ്ങനെ 3 തരത്തിലുള്ള ആളുകളാണ്. ഈ 3 തരത്തിലുള്ള ആളുകളിൽ ഏതാണ്? 3 തരത്തിലുള്ള ആളുകളാണ് വിശദീകരിച്ചു. ഈ 3 തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ പെടുന്നത്? നമ്മളിത് ഗൗരവത്തോടു കൂടി ആലോചിക്കണം. അയിന ഖീമത്തു ഹാദ ശഹർ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ, ഈ മാസത്തിന് കൊടുക്കേണ്ട വില നിങ്ങൾ എവിടെയാണ് കൊടുക്കുന്നത്? മിൻ ഹാദിഹിൽ അസ്നാഫി വഖലീലും മിനൻ നാസി, എന്നിട്ട് അദ്ദേഹം പറയണം, ഈ പറഞ്ഞിട്ടുള്ള 3 വിഭാഗം ആളുകൾ റമളാനിന് കൊടുക്കേണ്ട വില കൊടുക്കണില്ല. അതുകൊണ്ട് ഗൗരവപൂർവ്വം ചിന്തിക്കണം. റമളാനിന് കൊടുക്കേണ്ട വില അവർ കൊടുക്കണില്ല. വഖലീലും മിനൻ നാസി, ജനങ്ങളിൽപ്പെട്ട വളരെ കുറച്ച് ആളുകൾ. മൻ യുവഫ്ഫിഖുഹുല്ലാഹു സുബ്ഹാനഹു വതആല ലിഹാദ ശഹർ, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് അള്ളാഹു ഇതിൽ തൗഫീഖ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഒരു ആയത്തെടുത്ത് ഉദ്ധരിക്കുകയാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വഖലീലും മാഹും, വിശ്വസിച്ചവരൊഴികെ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാഹും. ഖുർആന്റെ ആയത്തിന്റെ അർത്ഥം വഖലീലും മാഹും, അവർ വളരെ കുറച്ചുള്ളൂ, അവർ വളരെ കുറച്ചുള്ളൂ. ലാകിന്നഹും അൽ മുവഫഖൂൻ, ഈ കുറച്ചാളുകൾക്ക് മാത്രമാണ് ആ തൗഫീഖ് കിട്ടിയിട്ടുള്ളത്. വഹും അസ്സാബിഖൂൻ, അവരാണ് ഈ റമളാൻ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മത്സരിക്കുന്നത്. വഹുമുൽ ഫായിസൂൻ, അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. വഹുമുർ റാബിഹൂൻ, അവരാണ് യഥാർത്ഥത്തിൽ ലാഭം നേടിയ ആളുകൾ. വൈൻ ഖാനു ഖലീലുൻ, അവർ വളരെ കുറച്ചുള്ളെങ്കിലും, അപ്പോൾ വളരെ കുറച്ചുള്ളെങ്കിലും ഈ ആളുകളാണ് യഥാർത്ഥത്തിൽ എന്ത്? വിജയികൾ. അവരാണ് ഫായിസികൾ, അവരാണ് ലാഭം നേടിയിട്ടുള്ള ആളുകൾ. ഈ 3 ആളുകൾ, ഈ 3 വിഭാഗം ആളുകൾ, അവരല്ല യഥാർത്ഥത്തിൽ ഈ റമദാനിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്ന ആരാണ്? അവരാണ് യഥാർത്ഥത്തിൽ വിജയികൾ. ഇതിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? സഈദ് എന്ന് പറയുന്നവൻ ദുനിയാവിൽ വിജയിക്കുന്നവനല്ല, ആഖിറത്തിൽ വിജയിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ സഈദ്. അവനാണ് യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യം, അവനാണ് യഥാർത്ഥത്തിലുള്ള വിജയി എന്നുള്ളത് ഇതിന്റെ ആദ്യ ഭാഗത്ത് അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പൊ ഈ 3 വിഭാഗം ആളുകളിൽ നമ്മൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാം, വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കാം. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. യഗ്തനിമു ശഹറക്കും, നിങ്ങളുടെ ഈ മാസത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം, ഈ അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വഹ്ഫിളു ഔഖാതക്കും, നിങ്ങളുടെ സമയത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വതജന്നബു മാ യദുറുക്കും, നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. ഫൈനൽ ഫുറസലാത്തതും, അവസരങ്ങൾ എന്നുള്ളത് എല്ലാ സന്ദർഭത്തിലും കിട്ടൂല. വല്ല അയ്യാമു തൻതഹി,
ദിവസങ്ങൾ അവസാനിക്കും. വൽ മവാസിമു തൻഖദി, ഇത്തരത്തിലുള്ള അസുലഭമായ സന്ദർഭങ്ങൾ അത് അവസാനിക്കും. ആ സന്ദർഭത്തിൽ ഹാസിബു അൻഫുസക്കും മാ ഹാദ ശഹരി വമാ ഗൈരിഹി, ഈ മാസത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നിലകൊള്ളുന്നത്, മറ്റു മാസങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊരു പ്രത്യേകതയാണ്, മാറ്റമാണ് ഈ മാസത്തിലുള്ളത്, നിങ്ങൾ സ്വയം വിചാരണ നടത്തണം. കാരണം ദിവസങ്ങൾ അത് പെട്ടെന്ന് തീർന്നു പോകും. ഫൈന്നഹു ലൈസ ലിൽ ഇൻസാനി മിൻ ഹാദിഹി ദുനിയ, കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ അവനില്ല ഇല്ലാ മാ ഖദ്ദമഹു ലിആഖിറതിഹി മിൻ സ്വാലിഹിൽ അഅമാൽ, അവൻ സൽക്കർമ്മങ്ങൾ എന്താണോ ചെയ്തു വെച്ചിട്ടുള്ളത് അതല്ലാതെ ഒന്നും ഈ ലോകത്ത് അവനില്ല. അവന്റെ പരലോകത്തിലേക്ക് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങൾ എന്താണോ അത് മാത്രമാണ് ഒരാൾക്ക് ഉണ്ടാകുക. വയില്ല, അതുകൊണ്ട് നിങ്ങൾ അറിയണം, ദുനിയാ തസൂൽ, ദുനിയാവ് എന്നുള്ളത് അവസാനിക്കും. വൽ ഇൻസാനി യമൂത്ത്, മനുഷ്യൻ മരിക്കും. വസ്സാഅതു തഫൂതു, സമയം അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലാ യബ്ഖാ ഇല്ലാ മാ ഖദ്ദമഹുൽ ഇൻസാനു ലിനഫ്സിഹി മിൻ ഖൈരിൻ ഔ ശർരിൻ, ഇതൊക്കെ നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ആളുകൾ മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ എന്താണ് അവൻ മുൻകൂട്ടി സമ്പാദിച്ചത്, അവൻ ചെയ്തു വെച്ചത് എന്താണ്, അത് ഖൈറാണെങ്കിൽ അവന് കിട്ടും, ഷർറാണെങ്കിൽ ആ ഷർറ് അവനുണ്ടാകും, അതിന്റെ ശിക്ഷ അവൻ അനുഭവിക്കേണ്ടി വരും. ഖൈറാണെങ്കിൽ അതിന്റെ പ്രതിഫലം അവനുണ്ടാകും. ലൈസ ലിൽ ഇൻസാനി മിൻ ഹാദിഹി ദുനിയ ഇല്ലാ ഉംറുഹു അല്ലദീ യഈശുഹു ഫൻദുറു ബിമാദാ തഫ്നു അഅമാറക്കും, നിങ്ങൾക്കുള്ളത് ഈ ദുനിയാവിലുള്ളത് നിങ്ങൾ പിന്നെ ഇന്ന് ഈ ലോകത്ത് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ആയുസ്സാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആയുസ് നിങ്ങൾ എങ്ങനെയാണ് വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. വമാദാ തഖ്ലൗന ലൈലക്കും വനഹാറക്കും, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ രാത്രിയും പകലും വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്തു ധരിക്കുന്നു, അവലൻ നുഅമ്മിറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ. ഈ ആയത്തിന്റെ അർത്ഥം അവലം നുഅമ്മിറുക്കും, പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹു അവരോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങൾക്ക് സമയം തന്നിട്ടില്ലായിരുന്നോ, ആയുസ് തന്നിട്ടില്ലായിരുന്നോ? മാ യതദക്കർ ഫീഹി മൻ തദക്കറ, ആലോചിക്കുന്നവന് ആലോചിക്കാൻ മാത്രം, ചിന്തിക്കുന്നവന് ചിന്തിക്കാൻ മാത്രം ടൈം, ആയുസ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടില്ലായിരുന്നോ? വജാഅകുമുൻ നദീർ, താക്കീത് ചെയ്യുന്ന ആളുകൾ നിങ്ങൾക്ക് വന്നെത്തുകയും ചെയ്തിട്ടില്ലായിരുന്നോ എന്ന് അള്ളാഹു പരലോകത്ത് ചോദിക്കും. ചിന്തിക്കാവുന്ന അത്രത്തോളം ആയുസ്, ആലോചിക്കാനും ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള ആയുസ് ഞാൻ നിങ്ങൾക്ക് ദുനിയാവിൽ നൽകിയിട്ടില്ലായിരുന്നോ എന്നുള്ളത് അള്ളാഹു ചോദിക്കും. അതുകൊണ്ട് ഫദൂഖു, ഇനി രക്ഷയില്ല, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക. ഫമാലിൽ ളാലിമീന മിൻ നസീർ, ളാലിമീങ്ങൾക്ക് സഹായിയായിട്ട് ആരും തന്നെ ഇല്ല, ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക എന്നുള്ളത് അവരോട് പറയപ്പെടും. അപ്പൊ നിങ്ങൾ ഈ ആയുസ്സിനെ ഫലപ്രദമായിട്ട് സൽക്രമങ്ങൾ ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ശൈഖ് ഫൗസാൻ ഹഫിളഹുല്ലാ ഉപദേശിക്കുന്നത്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ് വഷ്കുറുല്ലാഹ അലാ അൻ ബല്ലഅകും ഹാദ ശഹർ. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. എന്തിന്? അലാ അൻ ബല്ലഅകും ഹാദ ശഹ്റ, ഈ മാസം നിങ്ങൾക്ക് ലഭിച്ചതിന്, ഈ മാസത്തിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിന് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ കാണിക്കണം. വസ്അലൂഹു, നിങ്ങൾ അവനോട് ആവശ്യപ്പെടണം. അൻയുത്തിമ്മഹു അലൈക്കും ബി ഖൈരിൻ, ഈ മാസത്തെ ഖൈറോട് കൂടിയിട്ട് പൂർത്തീകരിക്കാൻ, ഖൈറോട് കൂടിയിട്ട് ഈ മാസത്തെ പൂർത്തീകരിക്കാൻ നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടണം. വസ്അലൂഹു, നിങ്ങൾ അവനോട് ആവശ്യപ്പെടണം. അൻയുഈനകും ഫീഹി അലാ മാ യുർളീഹി, അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ, അതിന് നിങ്ങൾക്ക് സഹായം കിട്ടാൻ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം, അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യാൻ. അതുകൊണ്ട് ഇഹ്ദറു മിനത്ത് തഫ്രീതി വൽ ഗഫ്ലതി വല്ലിയായി, ഇത് മൂന്നിനെയും നിങ്ങൾ ഭയപ്പെടണം. തഫ്രീത്ത്, ഗഫ്ലത്ത്, ലിയാ, സമയം നഷ്ടപ്പെടുത്തി കളയുന്നതിനെ, അതേപോലെ തന്നെ വീഴ്ച വരുത്തുന്നതിനെ, അതേപോലെ തന്നെ അശ്രദ്ധയെ. വലാ തത്തബിഉ മൻ യസുദ്ദൂകും അൻ സബീലില്ലാഹി വഅൻ ത്വരീഖിസ് സ്വലാഹി വൽ ഫലാഹി, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തടയുന്ന ആളുകളുണ്ടാവും. അത്തരത്തിലുള്ള മാർഗങ്ങളുണ്ടാവും, സ്വലാഹിന്റെയും ഫലാഹിന്റെയും. അപ്പൊ നിങ്ങൾ നന്നാകുന്നതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. നിങ്ങളുടെ വിജയത്തിന്റെ, നിങ്ങൾ നന്നാകുന്നതിന്റെ ആ മാർഗത്തിൽ നിങ്ങളെ തടയുന്ന ആളുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഫൈനല്ലദീന യസുദ്ദൂന അൻ സബീലില്ലാഹി കസീറുൻ വകസീറുൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തടയുന്ന ആളുകൾ ധാരാളക്കണക്കിന് ആളുകളുണ്ട്. വസായിലു ശർരി, തിന്മയുടെ മാർഗങ്ങൾ. തനവ്വഅത് ഫീ ഹാദൽ അസ്ർ, ഈ കാലഘട്ടത്തിൽ അതെന്താണ്, വിവിധ തരത്തിലുള്ള മാർഗങ്ങളായി മാറിയിട്ടുണ്ട്. വസാറത്ത് തസിലു ഇലാ ഖൈരിൽ ബുയൂതി, വീടുകളിലേക്ക് പോലും ഈ തിന്മകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വഇലന്നാസി, ജനങ്ങളിലേക്ക്.
ഈ ഫുറുഷിഹിം വഅല മനാമാതിഹിം, അവരുടെ ബെഡ്റൂമുകളിലേക്ക് പോലും ഇന്നത്തെ തിന്മകൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് അതിനെ നിങ്ങൾ പേടിക്കണം. അത്തരത്തിലുള്ള മാർഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കാന ഫിസ് സമാനിൽ അവ്വലി, ആദ്യ കാലഘട്ടത്തിൽ ലാ യതഅസ്സറു ബിൽ ഫിത്നതി ഇല്ലാ മൻ ഹദറഹ വദഹബ ഇലൈഹ. ആദ്യ കാലഘട്ടത്തിൽ ഫിത്ന ബാധിച്ചിരുന്നത്, ആ ഫിത്ന എവിടെയാണ് നടക്കുന്നത് അങ്ങോട്ടേക്ക് പോകണമായിരുന്നു. ആ ഫിത്നന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. വൽ ആന അൽ ഫിതൻ തഅതി ഇലൈക്കും, ഇന്ന് ഫിത്നകൾ നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരും. വഅൻതും ഫീ ബുയൂതിക്കും വഅലാ ഫുർഷിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും നിങ്ങളുടെ ബെഡ്റൂമുകളിലേക്ക് പോലും ആ ഫിത്നകൾ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫിത്നകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഫൈനൽ ഖതറ അലൈം, അപകടം അത് വമ്പിച്ച അപകടമാണ്. വലാകിന്നല്ലാഹ ജഅല സബബൻ നജാതി ജഅലഹു ഫീ ഐദീകും, നിങ്ങളുടെ വിജയത്തിന്റെ കാരണം അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. വിജയിക്കണോ വിജയിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. വഹാദ അശ്ശഹറുൽ അലീം, ഈ മഹത്തരമായിട്ടുള്ള മാസം ഹുവ മിൻ അസ്ബാബിൻ നജാതി ലിമൻ വഫഖഹുല്ലാഹു, അല്ലാഹു തൗഫീഖ് ചെയ്ത ഒരാൾക്ക് വിജയത്തിന്റെ മാർഗം, അവന്റെ നജാത്തിന്റെ കാരണങ്ങളിൽപ്പെട്ടതാണ് ഈ മാസം എന്നുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഹാദ അശ്ശഹറുൽ അലീം യുഹില്ലു അലൽ മുസ്ലിമീന വഹും മുഖ്തലിഫൂൻ, കാരണം ഈ മാസം എല്ലാവർക്കും ഒരേപോലെയാണ്, പക്ഷെ മുസ്ലിങ്ങൾ അതിൽ വ്യത്യസ്തരായിരിക്കും. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അദ്ദേഹം എടുത്തു തിരിച്ചു, ഇന്ന സഅയകും ലശത്താ. റമദാൻ മാസം എല്ലാവർക്കും കിട്ടും, പക്ഷെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്താണ്, വ്യത്യസ്തമായിരിക്കും. ഇന്ന സഅയകും ലശത്താ ഹും മുഖ്തലിഫൂൻ ഫി സഅയിഹിം, അവരവരുടെ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തരായിരിക്കും. എന്നിട്ട് 3 വിഭാഗം ആളുകളെ കുറിച്ച്, ഫമീൻഹും അൽ മുഹ്സിനു, ഈ റമദാൻ ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ മുഹ്സിനീങ്ങൾ ഉണ്ടാവും. ഫി സായിരി സനത്തി, അവർ റമദാനിൽ മാത്രമല്ല മറ്റുള്ള ദിവസങ്ങളിലും മുഹ്സിനീങ്ങളായിരിക്കും, നന്മ ചെയ്യുന്ന ആളുകളായിരിക്കും. വയകൂനു ഹാദ ഷഹർ സിയാദത ലഹു മിനൽ ഖൈർ, ഇങ്ങനെയുള്ള മുഹ്സിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മാസം എന്നുള്ളത് എന്താണ്, സിയാദത്താണ്, ഖൈറിൽ സിയാദത്താണ്. അവർക്ക് ആ നന്മകൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള അവര് റമദാൻ മാസത്തിൽ മാത്രമല്ല അല്ലാത്ത മാസങ്ങളിലും നന്മകൾ ചെയ്യുന്ന, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഈ മാസം കൂടുതൽ അവരുടെ നന്മകൾ വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതാണ് ഒരു വിഭാഗം ആളുകൾ. വമിൻഹും അൽ മുഫരിദു, രണ്ടാമത്തെ വിഭാഗം ആളുകൾ വീഴ്ച വരുത്തിയ ആളുകളാണ്. ഫയതനബ്ബഹു ഫീ ഹാദ അശ്ശഹർ, അവർക്ക് ഈ മാസത്തിൽ ഉണരാൻ പറ്റും അവരുടെ വീഴ്ചകളിൽ നിന്ന്. വയസ്തദറക മാ ഫാതഹു വമാ നഖ്സ മിൻ അമലിഹി, അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള അമലുകളിൽ വീഴ്ച വരുത്തിയ ആളുകളാണ് അവര്. ആ അമലുകൾ അവർക്ക് വീണ്ടെടുക്കാൻ സാധിക്കും. ഫയസ്തദറക്കു, അവരത് വീണ്ടെടുക്കുന്നു. വയതൂബു ഫയതൂബുല്ലാഹു അലൈഹി, അവർ ആ വീഴ്ച വരുത്തിയതിന് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നു. അള്ളാഹു ആ തൗബ സ്വീകരിക്കുന്നു. അങ്ങനെ ആ തൗബ സ്വീകരിച്ചു. ഈ റമദാൻ മാസത്തിൽ ആ തെറ്റുകൾ തിരുത്താൻ അവസരം കിട്ടുന്ന ആളുകളും ഉണ്ട്. ഇതാണ് രണ്ടാമത്തെ വിഭാഗം ആളുകൾ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ അവർക്ക് പറ്റും. മൂന്നാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാരാണ്, വമിൻഹും അൽ ആബിഖ് അശ്ശാരിദ് അൻ റബ്ബിഹി, അവർ റബ്ബിൽ നിന്ന് വളരെയധികം വിദൂരത്താണ്, അള്ളാഹുവിൽ നിന്ന് വളരെയധികം അകലെയാണ് അവർ. ഫയർജു ഇലല്ലാഹ്, അങ്ങനെ അവർ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലുന്നു. വയതൂബു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യുന്നു. കാന ഖദ് ഇസ്തൗജബ അന്നാർ, അവന് നരക നിർബന്ധമായിരുന്നു, പക്ഷേ ഈ റമദാൻ അവന് കിട്ടി. ഈ റമദാൻ മാസത്തിൽ അവൻ തൗബ ചെയ്യാണ്, അവൻ അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയാണ്. ഫയുഅ്തിഖഹുല്ലാഹു മിനന്നാർ, അള്ളാഹു അങ്ങനെ അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഫീ ഹാദ ഷഹർ, ഈ മാസത്തിൽ. ഇത് റജഅ ഇലല്ലാഹ് വതാബ ഇലൈഹി, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി വന്നാൽ, അവൻ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അവൻ എന്ത് ചെയ്യാൻ പറ്റും, അള്ളാഹുവിലേക്ക് തിരിച്ചു വരാൻ പറ്റും. അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ഇങ്ങനെ 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിലായിരിക്കും നമ്മളൊക്കെ ഉണ്ടാകുക. അപ്പൊ ഈ 3 തരത്തിൽ ഏതാന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഏതാണെങ്കിലും ആ അവസരം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഫഖ്തനിമൂഹു വഫഖഹുമുല്ലാഹ്, അതുകൊണ്ട് ഈ റമദാനിന്റെ സമയത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നിങ്ങൾക്ക് അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. കമ്മിമ്മൻ യതമന്ന, ഇനി അദ്ദേഹം പറയുന്നത് വേറൊരു കാര്യമാണ്. എത്ര ആളുകളാണ് അവരാഗ്രഹിച്ചു ബുലൂഗ ഹാദ അശ്ശഹർ, റമദാൻ മാസം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എത്ര ആളുകൾ. ഇഖ്താറഹുൽ മൗത്ത് വലം യുദ്രിക്കുഹു, അവരെ മരണം പിടികൂടി, ആ റമദാൻ അവർക്ക് ലഭിച്ചില്ല. ഇങ്ങനെ എത്ര പത്രത്തിൽ ഇന്നലൊക്കെ നമ്മൾ വായിച്ചു. ഇന്നലെ ഒരാൾ മരിച്ചു, അല്ലെ, ഒരു ചെറുപ്പക്കാരൻ അറ്റാക്കായിക്കൊണ്ട് മരിച്ചത്. ഇങ്ങനെ എത്രയോ മരണങ്ങൾ. റമദാൻ അവരാഗ്രഹിച്ചു, പക്ഷെ ആ റമദാനിൽ ജീവിച്ചിരിക്കാനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കാതെ പോയി, അവർ മരണപ്പെട്ടു പോയി റമദാൻ കിട്ടാതെ. വക്കം ഇമ്മൻ അതറക്ക ഫലം മിക്കമ്മിലു, റമദാൻ ലഭിച്ചിട്ടുള്ള എത്ര ആളുകൾ ആ റമദാൻ പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല, അതിന്റെ മുമ്പ് മരിച്ചു പോകുന്ന ആളുകളുണ്ട്. വക്കം ഇമ്മൻ കമ്മലഹു വലം യസ്തഫിദ് മിൻഹു, റമദാൻ പൂർത്തീകരിച്ച കുറെ ആളുകൾ, എന്നാൽ ആ റമദാൻ കൊണ്ട് ഒരു ഉപകാരം അവർക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ റമദാൻ കിട്ടണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ആ റമദാനിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് മരിച്ചുപോയ ആളുകൾ. രണ്ടാമത്തത് റമദാൻ ലഭിച്ചു, പക്ഷെ ആ റമദാനിന്റെ ദിവസങ്ങൾ പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടു.
അവർ മരിച്ചുപോയി. മൂന്നാമത്തെ ഒരു ടീം റമദാൻ അവർക്ക് ലഭിച്ചിട്ടുണ്ട്, വലം യസ്തഫിദു മിൻഹു, പക്ഷെ ആ റമദാനും കൊണ്ട് ഒരു ഫായിദ അവർക്ക് ഉണ്ടായിട്ടില്ല, ഒരു ഫായിദയും കിട്ടാത്ത ആളുകൾ. അതുകൊണ്ട് ഫഅ്തബിറു യാ ഉലിൽ അബ്സാർ, ബുദ്ധിയുള്ള ആളുകളെ, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളണം, ഇതിൽ നിന്നൊക്കെ നിങ്ങൾ ഗുണപാഠം ഉൾക്കൊള്ളണം. ഫക്കിറൂ ലി അൻഫുസിക്കും, നിങ്ങൾ ചിന്തിക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ എന്നുള്ള ആയത്ത് അദ്ദേഹം പൂർണ്ണമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ ആദ്യ ഭാഗത്തിന്റെ മാത്രം അർത്ഥം, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഓരോരുത്തരും നാളേക്ക് വേണ്ടി എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്നുള്ളത് ചിന്തിച്ചു നോക്കട്ടെ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഇവിടെ നാളേക്ക് വേണ്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണാനന്തര ജീവിതത്തിന് ശേഷമുള്ളത്, അല്ലാതെ ബാങ്കിന്റെ ബാലൻസ് കണക്കൂട്ടി വെക്കാനല്ല ഈ പറയുന്നത്. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. ഇവിടെ ഖദ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണാനന്തര ജീവിതം, നാളേക്ക് വേണ്ടി. ആ മരണത്തിന് ശേഷമുള്ള അവന്റെ ഖബർ ജീവിതത്തിന് വേണ്ടി എന്താണ് സമ്പാദിച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരും ചിന്തിച്ചു നോക്കട്ടെ. ആ ചിന്ത അല്ലാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. റമദാനിൽ പോലും സമയമില്ലാത്ത ആളുകളുണ്ട്, റമദാനിൽ പോലും അല്ലെ. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ മറന്നവരെ പോലെ ആകരുത്. ഫൻസഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. ആയത്തിന്റെ അർത്ഥം നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒന്നാമത്തെ ഖുതുബ അവസാനിപ്പിച്ചു. രണ്ടാമത്തെ ഖുതുബയിൽ അദ്ദേഹം ഒരു ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറി. ആ മിമ്പറിന്റെ 3 പടികൾ കയറിയപ്പോഴും ആമീൻ ആമീൻ എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്ത് അതിന്റെ കാരണം ചോദിച്ചു. ആമീൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത് പതിവിന് വിപരീതമായൊരു കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി സ്വഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ മിമ്പറിന്റെ ആ പടികൾ കയറുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു, എന്നിട്ട് 3 കാര്യങ്ങൾ പ്രാർത്ഥിച്ചു. അതിലൊന്നതാണെന്ത്? റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ. അപ്പൊ ഞാൻ ആമീൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്നത് ആരാണ്? ജിബ്രീൽ. ആമീൻ പറയുന്നത് ആരാണ്? മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെതിരെയാണ് ആമീൻ പറഞ്ഞത്? റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവനുണ്ടെങ്കിൽ, റമദാൻ ലഭിച്ചിട്ടും പാപങ്ങൾ പൊറുക്കപ്പെടാത്തവരുണ്ടെങ്കിൽ അവർ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചു. ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ അറിയണം, ഈ മാസത്തെ നിങ്ങൾ ആദരിക്കണം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവസരമാണ്, അതിന് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഖുതുബ ഇവിടെ അവസാനിപ്പിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ, കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഖുതുബയിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ. ഇന്ന് മുസ്ലിങ്ങളുടെ ഒരു നേർചിത്രമാണ് അദ്ദേഹം ഈ ഖുതുബയിലൂടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ഏതൊരു സമീപനം സ്വീകരിക്കണം എന്നുള്ളതും അദ്ദേഹം ഇതിൽ വിശദീകരിച്ചു. അപ്പൊ യഥാർത്ഥത്തിലുള്ള വിജയം എന്നുള്ളത് ദുനിയാവിൽ കിട്ടുന്ന വിജയമല്ല, അത് ആഖിറത്തിൽ കിട്ടുന്ന വിജയം. അതിനുള്ളൊരു ഗോൾഡൻ ചാൻസ് ആണ് റമദാൻ എന്നുള്ളത്. ആ റമദാനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് അദ്ദേഹം ഈ ഖുതുബയിലൂടെ മൊത്തത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്.